ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വേപ്പിലക്കട്ടിയാണ്. ഇതിനെ ചമ്മന്തിപ്പൊടി എന്നും പറയും. ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളമൊക്കെ നമുക്ക് കേടുകൂടാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന വേപ്പില എന്ന് വെച്ചാൽ ഒരു 3 പിടിയോളം വേപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു 3 പിടിയോളം വേപ്പില. പിന്നെ തേങ്ങ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളി ഇതിൻ്റെ പകുതിയാണ്, ഈ ഉരുളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. $150 ഗ്രാമോളം ഉഴുന്നുപരിപ്പും അതോടൊപ്പം തന്നെ ഒരു 20 ഉണക്കമുളകും, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഏറ്റവും അവസാനമായിട്ട് കായപ്പൊടിയും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മളിത് ചൂടാക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതായത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ഒരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് വറുത്ത് പോരാം. അപ്പോൾ രണ്ടാമതായിട്ട് ചൂടാക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചൂടാക്കാൻ ആ ഒരു ചീഞ്ചട്ടി തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ചൂടാക്കുക. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് കറിവേപ്പിലയും ഉണക്കമുളകും കുരുമുളകും ചൂടാക്കുന്നത്. അപ്പോൾ ഇതാ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും കുരുമുളകും ചേർക്കുമ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വറക്കാനായിട്ട്. അപ്പോൾ ഇതാ കറിവേപ്പിലയും മുളകും തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പില ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇതെല്ലാവരും കൂടി ഒരുമിച്ച് പൊടിക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞൻ ജാറായതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ചേശാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നേരത്തെ വറുത്ത് വെച്ച കറിവേപ്പിലയും മുളകും തേങ്ങയും കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ എല്ലാത്തിനും കൂടി ആകെ ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പുളി ഈ ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുത്തിട്ട് അടുത്ത ട്രിപ്പിനും ഒരു പ്രാവശ്യം ഇത്രയും തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഉപ്പും പുളിയും മറ്റു കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഉണ്ടാവില്ല. ബാക്കിയും കൂടി പൊടിച്ചെടുത്താൽ എല്ലാം കറക്റ്റ് പാകത്തിനാവും. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാവരും പൊടിച്ചെടുത്തിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളി എല്ലാ കാര്യങ്ങളും നല്ലോണം കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ
പിന്നെ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കായപ്പൊടിയും കൂടി തൂക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളമൊക്കെ കേടുകൂടാണ്ട് ഇരിക്കും കേട്ടോ. ഈ വായു കടക്കാത്ത ചിപ്പിലൊക്കെ ആക്കി വെച്ചാൽ ഒരു മാസത്തോളം ഇരിക്കും. പിന്നെ ദോശക്കും പിന്നെ ചോറിൻ്റെ കൂടെ ആയാലൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബായ്. താങ്ക് യു.